എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോഹൻ കരിപ്പൂർ. ഒരു ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ മുമ്പിലുള്ളത്. ആയുഷ്മാൻ ഭാരതിൻ്റെ കീഴിലുള്ള നാഷണൽ ഹെൽത്ത് കാർഡിനെ സംബന്ധിച്ച് സംശയങ്ങൾ വന്നപ്പോൾ ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് പുതിയ നയപ്രകാരം 70 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ഒരു 5 ലക്ഷം രൂപ വരെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കവറേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ പലയിടത്തു നിന്നും വിളിക്കുന്നുണ്ട്. സീനിയർ സിറ്റിസണായിട്ടുള്ള സുഹൃത്തുക്കളും അവരുടെ മറ്റുള്ള ബന്ധുക്കളും എൻ്റെ ക്ലയൻസും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പേരൻസും ഒക്കെ ആയിട്ട് കേരളത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല ആൾക്കാരും, കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളീസും മറ്റുള്ളവരും വിളിച്ചു ഈ സംഭവത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നമ്മളുടെ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറുമുള്ള എല്ലാ ഗ്രൂപ്പിലും ഈ പറയുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോസ്റ്റുകളും മെസ്സേജുകളും വീഡിയോകളും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഈ വീഡിയോ മൊത്തം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മുമ്പോട്ട് പോവുക. അതൊരു റിക്വസ്റ്റാണ്. ആയുഷ്മാൻ ഭാരത് കാർഡും നാഷണൽ ഹെൽത്ത് കാർഡും രണ്ടും രണ്ടാണ്. അതായത് നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും വിളിച്ച് ഞങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ മെനഞ്ഞാന്നുമൊക്കെ ഡൗൺലോഡ് ചെയ്തു എടുത്തു എന്ന് പറയാം. അങ്ങനല്ല, അത് നാഷണൽ ഹെൽത്ത് കാർഡാണ്. നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കുകയാണെന്നെങ്കിൽ ഈ പിക്ചറിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ കളറിലെ കാർഡ്, അത് നമ്മളുടെ ഒരു 11 നമ്പറുള്ള ഒരു കാർഡാണ്. അതായത് ആർക്കും അതിൽ ഏജ് ഒന്നും ഒരു ക്രൈറ്റീരിയ അല്ല, ഏജ് കാസ്റ്റും ക്രീഡും ഒരു ക്രൈറ്റീരിയ അല്ല. ആ നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ NHAയുടെ കീഴിലുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് OTP വരും. അത് ഓപ്പൺ ചെയ്ത് ആധാറിലെ ഫോട്ടോ ആയിട്ട് ഒരു നമ്പർ സെൽഫായിട്ട് ജനറേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു പേരൊക്കെ കൊടുക്കാം. ഹെൽത്ത് ID കൂട്ടത്തിൽ പേരും കൊടുക്കാം. പേരും കൊടുത്ത് ഏജൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഒരിക്കലും ആയുഷ്മാൻ ഭാരത് കാർഡ് അല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ടിത് ചിന്തിക്കാൻ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഉള്ളത് കണക്ക് ഇവിടെ ഈ അടുത്ത സമയങ്ങളിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ടേമിൽ അതായത് അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു പോളിസിയാണത്. ഒരു റേഷൻ കാർഡിലുള്ള ഫാമിലിക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി. പക്ഷേ നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് ഈ ആയുഷ്മാൻ ഭാരത് കാർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ കാർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നെന്നിരിക്കട്ടെ, ഒരു ചെക്കപ്പിന് വേണ്ടി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കാൻ തുടങ്ങി. ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സമ്മറിയൊന്നും പ്രത്യേകിച്ച് തരാറില്ല. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമോ മറ്റൊരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഈ പറയുന്ന നാഷണൽ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് മുമ്പ് പോയിരുന്ന ഹോസ്പിറ്റലിൽ ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് IDയിൽ ഉള്ള QR കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് അവരുടെ ആ ഹോസ്പിറ്റലിൽ നടത്തിയ ചികിത്സയുടെ എല്ലാ ഹിസ്റ്ററികളും അതിൽ രജിസ്റ്റർ ചെയ്തിടും, അതായത് മെർജ് ചെയ്യും. ഈ കാർഡും കൊണ്ട് നിങ്ങൾ എവിടെ പോയിരുന്നാലും, ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും കുഴപ്പമില്ല, വേൾഡ് എവിടെ പോയിരുന്നാലും പോയി കഴിഞ്ഞ് നിങ്ങൾ ഈ കാർഡ് അവർ ഹോസ്പിറ്റലുകൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ള മെഡിസിൻ്റെയും മുമ്പ് എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഹിസ്റ്ററി അതിലുണ്ടാവും. അതായത് നിങ്ങളുടെ ഹിസ്റ്ററി, അതായത് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാർഡാണ് നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്.
എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ഒരിടത്ത് പോയി സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഒരു പെയിൻ വന്ന് വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പറയുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പേ സ്കാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കാർഡിൽ മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിൻ എന്താ കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഹിസ്റ്ററി എല്ലാം അതിൽ കാണും. ഇതാണ് നാഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. അതിന് ഒരു പൈസയും നിങ്ങൾ കൊടുക്കണ്ട. ഈ നാഷണൽ ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ വല്ലയിടത്തും പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. പ്രിൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ അത് അങ്ങനെ തന്നെ ആ കാർഡായിട്ട് സേവ് ചെയ്തിടാം. പിന്നെ ചില ആൾക്കാർ അതിന് വേണ്ടി ഒരു ചെറിയ എമൗണ്ട് മേടിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാമിനേറ്റ് ചെയ്ത് കാർഡായിട്ട് കൊടുക്കണമെങ്കിൽ ആ ലാമിനേഷൻ ചാർജ് മേടിക്കും. അല്ലാതെ ഒരു പൈസയും നാഷണൽ ഹെൽത്ത് കാർഡിന് കാശ് കൊടുക്കണ്ട. രണ്ടാമത്തെ കാറ്റഗറി ആയുഷ്മാൻ ഭാരത് കാർഡാണ്. ആയുഷ്മാൻ ഭാരത് കാർഡ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ, അതായത് ഒരു റേഷൻ കാർഡിലുള്ള വ്യക്തി, ഒരാളാവട്ടെ 5 പേരാവട്ടെ 10 പേരാവട്ടെ, ആ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാർഡായിരുന്നു ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് കാർഡ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക്, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇതിപ്പോൾ 3ാമത്തെ ടൈമാണ്, ഫസ്റ്റ് ടൈമിൽ വന്ന് ആ പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ അകത്ത് ഭാഗഭാക്കാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കേന്ദ്ര ഫണ്ടും ആ സംസ്ഥാന ഫണ്ടുകളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ പോളിസി പ്രകാരമാണ് ആ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കാർഡിൽ 5 ലക്ഷം പേര് 5 ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസ് കിട്ടും. അത് കാർഡ് നമുക്ക് ഉണ്ടെങ്കിൽ ആ കാർഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവിടെ കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. കേരള ഗവൺമെൻറ് സൈൻ ചെയ്തതാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് 2011 നമുക്ക് സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയത്. അതിനുശേഷം നടത്തിയിട്ടില്ല. ആ സോഷ്യോ എക്കണോമിക് സർവേ അനുസരിച്ച് ആരൊക്കെ എലിജിബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യലി വീക്കർ സെക്ഷനാണ്, അല്ല കാസ്റ്റും ഗ്രീഡും ഒന്നും അല്ല, അവർക്ക് നേരെ അതായത് അവരുടെ ലെറ്റർ അയച്ചു കൊടുത്തു. ആ ലെറ്ററിൻ്റെ അകത്തൊരു കോഡ് നമ്പർ ഉണ്ടായിരുന്നു. ആ കോഡ് നമ്പർ ഉള്ളത് കൊണ്ട് ആ ലെറ്റർ ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്കെല്ലാം ആയുഷ്മാൻ ഭാരതിൻ്റെ പോളിസിയുടെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി. അവർ ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ 2011 ശേഷമുള്ള ആ ഒരു സോഷ്യോ എക്കണോമിക് സർവേ പ്രകാരമുള്ളവർക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ശേഷമുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല. പുതിയതായിട്ട് എൻറോൾ ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ അവിടെ നമുക്ക് എൻറോൾ ചെയ്യാൻ പറഞ്ഞാൽ ഈ 2014 ശേഷം ഈ കാർഡ് കിട്ടിയവർക്ക് ആ കാർഡിന് ശേഷം അവരുടെ കുടുംബത്തിൽ അവരുടെ റേഷൻ കാർഡിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വരികയോ അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും വരികയാണെങ്കിൽ ആ റേഷൻ കാർഡിലുള്ള മെമ്പേഴ്സ് കൂടുകയാണെങ്കിലോ അവർക്ക് ഈ കാർഡിൽ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തെടുക്കാം. അത് ആഡ് ചെയ്തെടുക്കുമ്പോൾ അവർക്കൂടെ ബെനിഫിറ്റ് കിട്ടും. അതാണ് ആ കാർഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. കേരളത്തിൽ മിക്കവാറും മറ്റൊരു അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുമായിട്ട് മെർജ് ചെയ്തിട്ട് കുറച്ച് നടത്താൻ നോക്കി. പക്ഷേ അതിപ്പം പൂർണ്ണമായിട്ട് നിലച്ച മാതിരിയാണ്. പക്ഷേ ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് കാർഡ് കിട്ടിയവർക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നല്ല, ആ ആയുഷ്മാൻ ഭാരതിൽ ആരൊക്കെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ എംപാനൽ ചെയ്തിട്ടുണ്ടോ, എംപാനൽ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ആ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബോണ്ടിനെ കുറിച്ചോ കാർഡിയോളജിയെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ അതിലുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ആ എംപാനലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ആ ഹോസ്പിറ്റലല്ലേ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ എവിടെയായാലും ഈ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലിനകത്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാം. പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും പോകാം. പോയി കഴിയുമ്പം ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയുള്ള നിങ്ങൾക്ക് ബെനിഫിറ്റ് അവിടെ കിട്ടും. ആ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സിസ്റ്റം. ഇനി ഈ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അതായത് പുതിയ പോളിസി വന്നെന്ന് പറഞ്ഞാൽ ഈ കാർഡ് ആരാണോ ബെനിഫിറ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഉള്ളവർ, പുതിയതായിട്ടല്ല ഉള്ളവർ, അതിൽ 70 വയസ്സുള്ളവർക്ക്, അതിൽ കഴിഞ്ഞ് 70 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് അഡീഷണലായിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജും കൂടെ കേന്ദ്ര ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് ഒരു റേഷൻ കാർഡിന് ഈ പറയുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് എലിജിബിലിറ്റി അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴുള്ള കവറേജിന് കൂടാതെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള അഡീഷണൽ ഒരു ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്തു. അല്ലാതെ പുതിയതായിട്ട് അവർക്ക് ഒരു കാർഡും എടുക്കാൻ പറ്റത്തില്ല കേരളത്തിൽ. അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് താഴെ ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് CSC എന്ന് പറയുന്ന കോമൺ സർവീസ് സെൻറ്റർ, കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് കൺട്രോളിലുള്ളതാണ് കോമൺ സർവീസ് സെൻറ്റർ. അതിൻ്റെ ഒരു ഹോം വിൻഡോയിൽ തന്നെ കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്
കേരള ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഓഫ് കേരള നോട്ട് കോൺഫിഗേർഡ്, കേരളത്തിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല. അത് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ അതിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആയുഷ്മാൻ ഭാരത് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന നാഷണൽ ഹെൽത്ത് കാർഡല്ല. അതുകൊണ്ട് ആയുഷ്മാൻ ഭാരത് കാർഡ് ഈ നാഷണൽ ഹെൽത്ത് കാർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും നാഷണൽ ഹെൽത്ത് കാർഡ് ഇന്ന് വരെ ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡുമല്ല. നാളെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്ററാണ്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് മാറ്റി കാർഡാക്കാം, സിംഗിൾ കാർഡാക്കി മാറ്റാം. അത് അവരുടെ പോളിസി മാറ്ററാണ്. സോഫാർ ഇന്ന് വരെ യാതൊരു കാരണവശാലും ഇത് രണ്ടും രണ്ട് കാർഡാണെന്നും ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കും ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ളതും, പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രഷർ, അതായത് നിങ്ങളുടെ ചുറ്റുപാടുള്ള നേതാക്കന്മാരോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമോ ആവട്ടെ, അവരെയും അവരുടെ പ്രാണികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീമായതുകൊണ്ടും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സ്കീമായതുകൊണ്ടും അവരെ പ്രഷറൈസ് ചെയ്ത് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെയും കൂടെ പദ്ധതിയാക്കി ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാതെ അത് ഇല്ലാത്തടത്തോളം കാലം യാതൊരു കാരണവശാലും ഈ പറയുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഇല്ല 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 എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇന്ന് വരെയുള്ള അറിവ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. രണ്ടും രണ്ട് കാർഡാണ്. പ്ലീസ് എല്ലാവർക്കും ഒന്നുകൂടെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു.